ടെസ്റ്റ് അഡ്മിൻ ഡോട്ട് ഡ്രൈവർ ടെസ്റ്റ് അഡ്മിൻ അതായിരുന്നല്ലോ മിസ്സിംഗ്. അത് മാത്രം ഞാൻ ചെയ്യാഞ്ഞ. അഡ്മിൻ സെൽഫ് ഡോട്ട് ഡ്രൈവർ ന്യൂസ് സെർച്ച് അഡ്മിൻ സെർച്ച് അഡ്മിൻ പേജ്. എനിക്ക് ഇവിടെ ആയിരുന്നു ഞാൻ രണ്ട് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണമായിരുന്നു. അതോ എനിക്ക് ഇതിന്റെ താഴെ തന്നെ അഡ്മിൻ സെർച്ച് ക്രിയേറ്റ് ചെയ്താൽ മതിയായിരുന്നു? ഇവിടെ മറ്റേത് ഇംപ്ലിമെന്റ് ചെയ്തില്ലല്ലോടാ. എന്താ ഞാൻ മിസ് ചെയ്തേ? സെർച്ച് ന്യൂസിന്റെ പേജ് ഫാക്ടറി ചെയ്തിട്ടില്ലല്ലോ. മുകളിലേക്ക് പേജ് ഫാക്ടറിയും ചെയ്യണ്ടേ അഡ്മിൻ പേജ്? ഞാൻ പേജ് ഫാക്ടർ ഇന്നലെ തന്നെ ഞാൻ കാണിച്ചു തന്നിരുന്നു. അഡ്മിൻ പേജിൽ പേജ് ഫാക്ടറി ചെയ്യണ്ടേടാ. അഡ്മിൻ പേജ് മറ്റേ വെയിറ്റ് യൂട്ടിലിറ്റി അല്ല, വെയിറ്റ് യൂട്ടിലിറ്റി അല്ല. അഡ്മിൻ പേജ് എക്സ്റ്റൻസ് ബേസ് പേജ് ഫാക്ടറി ചെയ്തിട്ടേ ഇല്ലല്ലോടാ. ഇത് ബേസ് ഇൻഹെറിറ്റ് ചെയ്തിട്ടോ? ബേസ് ഇൻഹെറിറ്റ് ചെയ്തിട്ട് അതന്നെ. ഒരു സെക്കൻഡ് ഞാൻ ന്യൂസിന്റെ എല്ലാ മാനുവൽസിലും അപ്പൊ കംപ്ലീറ്റ് ന്യൂസിന്റെ കംപ്ലീറ്റ് പേജ്. ഓക്കേ, ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ചെയ്യാമേ. ചെയ്തോ. അതെ, എനിക്കിങ്ങനെ ടോപ്പിക് പറയുമ്പോ എനിക്ക് കുഴപ്പമില്ല, ഇപ്പൊ ചെയ്തത് കുഴപ്പമില്ല. ഈ കോപൈലറ്റ് വന്നപ്പോ ഇങ്ങനെ ഒരു ഗുണം ഉണ്ടായില്ലേ? കുറെ സജഷൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അതെ. ബേസിന്റെ പി സ്മോൾ ആണെന്ന് തോന്നുന്നുണ്ട് നിന്റെ. അല്ല, ഞാൻ ഇങ്ങനെ കൊടുത്തേ, അത് മാറ്റണോ? ഇല്ല കുഴപ്പമില്ല, അങ്ങനെ കൊടുത്തോ. അത് കുഴപ്പമില്ല. പിന്നെ എന്തായിരുന്നു? കോളൻ എക്സ്ട്രാ വന്നിണ്ടേ. ഇല്ല, അപ്പൊ ശരി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താടാ? സൂപ്പർ ക്ലാസ് ആഡ് ചെയ്യണം. സൂപ്പർ ഇനിറ്റ് വിളിക്കണം. സജഷൻ വന്നു. സൂപ്പർ. ഓക്കെ, വിളിച്ചു. അപ്പൊ ഇനി അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. പിന്നെ എന്തായിരുന്നു? പിന്നെ ഇതല്ലേ സെൽഫ് ഡോട്ട് വെയിറ്റ് യൂട്ടിലിറ്റി വെയിറ്റ് അൺടിൽ ഇവിടെ വരെ. അല്ല അതായിരുന്നില്ല. ഇത് സെൽഫ് ഡോട്ട് ഫൈൻഡ് അല്ലേ? ഈ ലൈൻ പോലെ എഴുതണം അല്ലേ ഇവിടെ? അല്ല, ഇതിന് എന്തായിരുന്നു? സെൽഫ് ഡോട്ട് ഹോമിൽ എന്തായിരുന്നു നമ്മൾ എഴുതിയത്? admin equal to self dot find self dot admin. ഈ അഡ്മിൻ എവിടുന്നാ വന്നിരുന്നേ? മുകളിൽ പോയിക്കേ. admin equals by dot text path അതുപോലെ എഴുതിക്കേ. ഓക്കേ, അഡ്മിനും സൈൻ ഔട്ട്. ഇവിടെ വരുമ്പോ by dot text path ആദ്യത്തെ റീസെറ്റ് അഡ്മിൻ എന്ന് പറഞ്ഞിട്ടുള്ളത് മുകളിൽ. ക്ലാസ് കഴിഞ്ഞ ഉടനെ. ക്ലാസ് കഴിഞ്ഞു. എനിക്ക് ഈ നെയിം തന്നെ എടുക്കാല്ലേ? ഒരു സെക്കൻഡ് എടാ ഗോപിക. കുഴപ്പമില്ല. നമ്മൾ അവിടുന്ന് സെൻകീസ് പാസ് ചെയ്യുന്നത് സെൻകീസ് ഓഫ് പാസ് ചെയ്യുന്നതായിട്ടാണ്. ഒരു കാര്യം കൂടി വേണം. എന്താണ്? ടെക്സ്റ്റ് ബോക്സ് ഇൻപുട്ട് ന്യൂസ് ലെറ്റർ രണ്ട് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യണം. ഇവിടെ ഇതാണ് നമ്മുടെ എലമെന്റിനെ പാസ് ചെയ്യണം. ന്യൂസ് ഡേറ്റ നമ്മൾ പാസ് ചെയ്തിട്ട്. ഓക്കെ, ചോദിച്ചോടാ. അല്ല, ഇത് മൂന്ന് തന്നെയല്ലേ? റീസെറ്റ് അഡ്മിൻ, സെർച്ച് ന്യൂ, അഡ്മിൻ സെർച്ച്, ഇത് മൂന്ന് ആഡ് ചെയ്തു. ഇനി ഓരോ ഫംഗ്ഷന്റെയും താഴെ സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് അല്ല സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് കമന്റ് ചെയ്യാം. ലൈൻ നമ്പർ 19 ഇപ്പൊ ആവശ്യമില്ലല്ലോ. പകരം എന്ത് ചെയ്താൽ മതി?
reset admin equals self dot find of ആ ആ ആ ആ ഇത് ആവശ്യമില്ല. ശരിയാ. പകരം എന്ത് കൊടുക്കാം? reset admin equals തൊട്ട് മുകളിൽ കൊടുത്തോ reset admin equals സെൽഫ് ഡോട്ട് ഫൈൻഡ് ഓഫ് സെൽഫ് ഡോട്ട് reset admin. അതന്നെ. ഇതേപോലെ അടുത്തത് വന്നോട്ടെ. ഓക്കെ. ഇതേപോലെ അടുത്തതും സെർച്ച് മെസ്സേജ് വാലിഡേറ്റ് ചെയ്യാനായിട്ട് മെസ്സേജ് ഇതെന്താ ഇങ്ങനെ വരുന്നത്? എന്താടാ reset admin equals അത് കുഴപ്പമില്ല. അല്ല ഇത് അത് ലോക്കൽ വേരിയബിൾ ആണെന്ന് ഇനി ഇതും കാണിക്കാനാ, കൂടെ. അത് ഇഷ്യൂ ഇല്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് ഓക്കെ. കൊടുക്കണം. സെർച്ച് ന്യൂസ് കഴിഞ്ഞിട്ട് പേജ് യൂട്ടിലിറ്റി ഇംപ്ലിമെന്റ് ചെയ്തേ. ഡോട്ട് ക്ലിക്ക് സിമുലേറ്റ് ചെയ്തേ. എന്റർ അടിക്കുക. സെൽഫ് ഡോട്ട് പേജ് യൂട്ടിലിറ്റി ഡോട്ട് ക്ലിക്ക് ഓൺ എലമെന്റ് വേണ്ടേടാ. പേജ് യൂട്ടിലിറ്റി ക്ലിക്ക് ഓൺ എലിമെന്റ് വേണം. അതെ. പിന്നെ വെയിറ്റ് യൂട്ടിലിറ്റി. ഞാൻ അതിന്റെ ടെക്സ്റ്റ് മെസ്സേജിന് എൻട്രി ചെയ്യുമ്പോൾ എന്ത് റിസീവ് ആയിട്ടുണ്ടായിരുന്നു അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ടെക്സ്റ്റ് അതാണ് കമ്പയർ ചെയ്യുന്നത്. അസേഷൻ ഉണ്ടാവില്ല. അസേഷനിലേക്ക് വേണ്ട വാല്യൂ നമ്മൾ മെസ്സേജ് വേണ്ട. മെസ്സേജ് അവിടെ കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ മതി. നമ്മളിവിടെ രണ്ട് സ്റ്റെപ്സ് ആയിട്ട് ഈ രണ്ടൊരു സ്റ്റെപ്സ് ഇല്ലേ, ഈ സ്റ്റെപ്സിന് ഒരു ഫംഗ്ഷൻ ആക്കി. ആ ഫംഗ്ഷൻ റിട്ടേൺ ടൈപ്പ് എന്ത് കൊടുത്തു? ഗാലറി ടെക്സ്റ്റിന് റിട്ടേൺ ചെയ്യിച്ചു. ടെക്സ്റ്റിന് റിട്ടേൺ ചെയ്യിച്ചപ്പോൾ അവിടെ എന്താക്കാം? നമ്മുടെ റിസൾട്ട് ഉണ്ടായിരിക്കും സക്സസ്ഫുൾ ആണ്, ന്യൂസ് കയറി സക്സസ്ഫുള്ളി കമ്പയർ ചെയ്തു. ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. വെയിറ്റ് യൂട്ടിലിറ്റി വേണോ? വെയിറ്റ് യൂട്ടിലിറ്റി ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ ഒരെണ്ണത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടല്ലോ, റീസെറ്റ് അഡ്മിനിലുണ്ടല്ലോ, അത് മതി. കഴിഞ്ഞു കേട്ടോ. ഇനിയോ ഇനി ഏത് ചെയ്യാനുള്ളത് നോക്കട്ടെ. കഴിഞ്ഞോ? അഡ്മിനിലാകെ ഒരു ടെസ്റ്റ് കേസ് ഉണ്ടായിരുന്നുള്ളൂ, നമുക്ക് റീസെറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ടെസ്റ്റ് അഡ്മിനില് അല്ല, ഞാൻ ഇതും ചെയ്തിട്ടുണ്ട് അവിടെ. ടെസ്റ്റ് അഡ്മിനില് നമ്മൾ സെർച്ച് ചെയ്തു, പിന്നെ ഡ്രോപ്പ് ഡൗൺ ഉണ്ടായിരുന്നു. ഡ്രോപ്പ് ഡൗണിന്റെ ചെയ്യണ്ടേ പേജ് സബ്ജക്ട് മോഡല്? അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തോ പറയോ അതിന്റെ കൂടെ. ഇതുപോലെ ചെയ്ത് പോയിക്കോ.
സെയിം വേ ചെയ്താൽ മതി. നമ്മളിപ്പോ ചെയ്തില്ലേ? അപ്പൊ ഇതിന്റെ താഴെ കണ്ടിന്യൂ ചെയ്യാം അല്ലേ? അതിന് താഴെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇനി എന്തായിരുന്നു? യൂസർ നെയിം അതിപ്പോ തീർന്നേ നമ്മൾ ചൂസ് ചെയ്തെടുക്കും. അത് ചെയ്തു. ഇത് യൂസർ നെയിം സെർച്ച് ആയിരുന്നില്ലേ? ഏത് യൂസർ നെയിം? അതോ നമ്മളൊരു യൂസർ നെയിം സെർച്ച് ആയിരുന്നു? സെലക്ട് യൂസർ ടൈപ്പ് സെർച്ച്. അതെ, അതിന്റെ നെയിം ഒന്ന് മാറ്റി കൊടുത്തേടാ. സെർച്ച് ആ ടെസ്റ്റ് അഡ്മിൻ യൂസേഴ്സിൽ ടെസ്റ്റ് അണ്ടർസ്കോർ അഡ്മിൻ എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ആവും നിനക്ക് തന്നെ പിന്നെ നോക്കുമ്പോൾ. ടെസ്റ്റ് അണ്ടർസ്കോർ അഡ്മിൻ മാറ്റിയിട്ട് ടെസ്റ്റ് അണ്ടർസ്കോർ അഡ്മിൻ സെർച്ച് എന്നാക്കിക്കേ. താഴെ ലൈൻ നമ്പർ 37 അഡ്മിൻ സെർച്ച് എന്നാക്കിക്കേ. ഇപ്പൊ കൺഫ്യൂഷൻ ഒഴിവാവില്ലേ? അപ്പൊ ഇവിടെ മാറ്റണ്ട ഇനി? അവിടെ മാറ്റണ്ട. അതും തമ്മിൽ കണക്ഷൻ ഇല്ല. ടെസ്റ്റ് മെത്തേഡിന്റെ ടെസ്റ്റ് ഫംഗ്ഷന്റെ പേരും തമ്മിൽ കണക്ഷൻ ഇല്ല. ടെസ്റ്റ് അഡ്മിൻ സെർച്ച്. ഓക്കെ, അപ്പൊ ഇതിലിനി യൂസർ സെർച്ച് അല്ലേ? ഇതെന്താ? പാസ് ഓട്ടോ സ്റ്റേഷൻ അത് റിമൂവ് ചെയ്യാം. അതില് ബൈ ഡോട്ട് എക്സ്പാത്ത് വരെയുള്ള കോഡ് മാത്രം മതി നമുക്ക് അല്ലേ? ബൈ ഡോട്ട് എക്സ്പാത്ത് വരെയുള്ള മാത്രം എടുക്കണം. അപ്പൊ നമ്മളിവിടെ സെൽഫ് ഡോട്ട് ഫൈൻഡ് ചെയ്തില്ലേ, അതുപോലെ എഴുതണ്ടേ? അങ്ങനെ എഴുതാം. ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പൊ ഇവിടെ അത് ആഡ് ചെയ്യണ്ടേ? അതിൽ ഫസ്റ്റ് സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് അണ്ടർസ്കോർ എലമെന്റ് അങ്ങ് മാറ്റിയാൽ മതി അഡ്മിൻ പേജിൽ. അഗൈൻ ഓൾറെഡി അവിടെ പേസ്റ്റ് ചെയ്തു. കോഡിലേക്ക് പോയിക്കേ, അഡ്മിൻ പേജിലേക്ക് പോയിക്കേ. സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ്. ഫൈൻഡ് എലമെന്റ് മാത്രം റിമൂവ് ചെയ്താൽ പോരെ. ഇപ്പൊ ബൈ ഡോട്ട് എക്സ്പാത്ത് കിട്ടത്തില്ലേ? നമ്പർ 12 അല്ല ഇവിടെ നമ്മളെല്ലാം ഇവിടെ എല്ലാം വേണ്ടേ നിരഞ്ജന? ബൈ ഡോട്ട് എക്സ്പാത്ത്. ഓക്കെ, അതിന്റെ മുന്നുള്ളത് വേണ്ടല്ലോ. ഇപ്പൊ കിട്ടിയാ? ബൈ ഡോട്ട് എക്സ്പാത്ത്. ഇനി സെൽഫ് ഡോട്ട് ഫൈൻഡ് ഓഫ് അത് ലൈൻ നമ്പർ 37 ആവശ്യമില്ല നമുക്കപ്പോ.
അതെ. സെൽഫ് ഡോട്ട് യൂസർ സെർച്ച് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത്. ബ്രേക്കിംഗ് ന്യൂസ് അല്ലേ? അതിനെ സെൻറ്റീസിൽ പാസ് ചെയ്തു. ഓക്കെ ന്യൂസ് ഡേറ്റാസ്. ശരി. ഇത് ചെയ്തിട്ട് പേജ് ഫാക്ടറിയിലേക്ക് കൺവേർട്ട് ചെയ്യാനുണ്ട്. പേജ് ഫാക്ടറി കൺവേർഷൻ പറഞ്ഞായിരുന്നു. ചെയ്തു. എഡിറ്റർ ടോപ്പിക് അന്ന് നമുക്ക് മിസ്സായിപ്പോയില്ലായിരുന്നു പേജ് ഫാക്ടറി. ഈ മൊത്തത്തിൽ കൺഫ്യൂഷൻ ഏതാണ് കാണേണ്ടത്. അത് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു. ഇനി എന്താ പേജ് യൂട്ടിലിറ്റി ചെയ്യണം. പേജ് യൂട്ടിലിറ്റി ചെയ്യണം. ശരിക്കും നമുക്കൊരു എക്സ്ട്രാ സ്റ്റെപ്പ് ഉണ്ട്. എക്സ്ട്രാ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ജസ്റ്റ് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ടെസ്റ്റ് ചെയ്ത് പോകില്ലേ? പക്ഷെ അതിപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു എലമെന്റ് എനിക്ക് ഒരു തവണ കൂടെ യൂസ് ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങളുടെ ഈ സെയിം സ്റ്റെപ്പാണ് ഇത് സെയിം അത് കോഡ് ഡ്യൂപ്ലിക്കേഷൻ അല്ല. അല്ല അങ്ങനെ ചെയ്യുന്നത് കുഴപ്പമുണ്ടോ? അല്ല, അങ്ങനെ ചെയ്തിട്ടുണ്ടോ? പക്ഷേ കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് പ്രകാരം നമ്മൾ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് കോഡ് കുറയ്ക്കാനല്ലേ നോക്കേണ്ടത്. മനസ്സിലായോ? കോഡ് ഡ്യൂപ്ലിക്കേഷനെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ ഈ കൊടുക്കുന്ന ലൈൻസില്ല, ഈ ലൈൻസിനെ നമ്മൾ ജനറൽ ആയിട്ട് കൊടുക്കും, അതായത് ഗ്ലോബൽ വേരിയബിൾസ് ആയിട്ട് കൊടുക്കും. ഗ്ലോബൽ ആക്കി കൊടുത്താലുള്ള ബെനിഫിറ്റ് എന്താ നമുക്കവിടെ? അപ്പോൾ അതേപോലെ അപ്പോൾ അതിന് പകരം നമുക്ക് ഇതേപോലെ ഓരോ ഫയലുകൾ ഞാൻ എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായി. എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്യണ്ട. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പേജ് ക്ലാസ്സിൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഗ്ലോബൽ ആയിട്ട് അത് കംപ്ലീറ്റ് പേജ് ക്ലാസ് കംപ്ലീറ്റ്. ഇത് ഇങ്ങനെയല്ല, യൂസർ സെർച്ച് സെൻഡ് ഡാറ്റ ടു എലമെന്റ് അല്ലേ? അത് ക്ലോസ് ഡയറക്ട്ലി കൊടുക്കരുത്, പകരം എന്ത് ചെയ്യണം? അതെന്താ? അത് ഹാർഡ് കോഡിംഗ് അല്ലേ? നമ്മളിവിടെ പകരം എന്ത് ചെയ്യാം? അഡ്മിൻ അല്ല, പകരം അഡ്മിൻ പേജിൽ ഒരു പാരാമീറ്റർ പാസ് ചെയ്തേ. അഡ്മിൻ പേജിലേക്ക് വന്നേ തിരിച്ച്. അഡ്മിൻ പേജിൽ സെൽഫ് കഴിഞ്ഞിട്ട് അഡ്മിൻ പേജിൽ 36 ലൈൻ നമ്പർ 36 സെൽഫ് കഴിഞ്ഞ് 36 സെൽഫ് കഴിഞ്ഞൊരു കോമ ഇട്ട്, സെൽഫ് കഴിഞ്ഞിട്ട് കോമ 36 സെൽഫ് കഴിഞ്ഞിട്ട് ഒരു പാരാമീറ്റർ പാസ് ചെയ്തേടാ, യൂസർ നെയിം എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഇവിടെ ക്ലോക്ക് പകരം എന്ത് പാസ് ചെയ്യണം? എന്നിട്ട് ഡബിൾ കോട്ട്സിലെ ക്ലോക്ക് പകരം യൂസർ നെയിം. ഡബിൾ കോട്ട്സ് അടക്കം റിമൂവ് ചെയ്യാം, യൂസർ നെയിം എന്ന് കൊടുക്കാം. ഓക്കെ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താടാ? അടുത്തത് നമ്മൾ ക്ലോസ് സെർച്ച് ചെയ്തു, അത് കഴിഞ്ഞിട്ട് യൂസർ ടൈപ്പ്. യൂസർ ടൈപ്പ് സെലക്ട് ബൈ ഇൻഡെക്സ് അല്ലേ എടുത്തേക്കുന്നേ? സെലക്ട് ബൈ ഇൻഡെക്സ്. ഓക്കെ. പേജ് യൂട്ടിലിറ്റിക്ക് പോയി കേടണേ ഗോപിക, പേജ് യൂട്ടിലിറ്റി എടുത്തേ. നമ്മുടെ മുന്നേ കൊടുത്ത് സെയിം. അതിൽ സെലക്ട് ബൈ ഇൻഡെക്സ് ഓഫ് 2 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഏത് പേജ് യൂട്ടിലിറ്റിയിൽ ഏതായിരിക്കും യൂസ് ചെയ്യേണ്ടി വരിക? ഏത്? സെലക്ട് ഡാറ്റ വിത്ത് വാല്യൂ. അതെ, സെലക്ട് ഡാറ്റ വിത്ത് വാല്യൂ കൊടുത്തു നോക്കിക്കടാ പേജിൽ. അടുത്തൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തോ അതിന്. അത് എന്തായിരുന്നു? യൂസർ ടൈപ്പ് അല്ലേ? സെലക്ട് യൂസർ ടൈപ്പിന് പേര് കൊടുത്തു. എവിടെ?
ഓട്ടോമാറ്റിക് സൊല്യൂഷൻ വന്നത്. അപ്പൊ ബിഗിനിങ് സ്ലേവ് അല്ലേ വേണ്ടത്? മതി. സെൽഫ് കോമ എന്താ സെൽഫ് കോമ ഇവിടെ യൂസർ ടൈപ്പ് യൂസർ ടൈപ്പ് സെലക്ട് ഇവിടെ സെൽഫ് മാത്രം പോരെ? സെൽഫ് കോമ യൂസർ ടൈപ്പിന്റെ ആവശ്യമുണ്ടോ? കാരണം എന്താ, നമ്മള് സെലക്ട് ബൈ ഇൻഡെക്സ് അല്ലേടാ പാസ് ചെയ്യുന്നത്. സെലക്ട് ബൈ ഇൻഡെക്സ് ആണെന്നുള്ള വാല്യൂ എന്തെങ്കിലും സെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല ഇല്ല. ഓക്കെ, സെൽഫ് മാത്രം മതി. അപ്പൊ യൂസർ ടൈപ്പ് സെൽഫ് ഡ്രൈവർ ഫൈൻഡ് എലിമെന്റ് ഓപ്ഷന്റെ കഴിഞ്ഞിട്ട് ഇത് കൊടുക്കല്ലോ വേണ്ടത്. വാലിഡേറ്റ് അല്ലേ നമ്മുടെ അസേർഷനിൽ വന്നിട്ട് എന്ത് ചെയ്യണം? ആ സ്റ്റെപ്പ് അവിടെ തന്നെ വെച്ചോ. സെർച്ച് ചെയ്തില്ലേ? സെർച്ചും കഴിഞ്ഞില്ലേ? വാലിഡേഷൻ ശരിയല്ലേ? ഞാൻ എന്റെ ഫ്ലോ നോക്കി നോക്കിയേ. ഇൻപുട്ട് അഡ്രസ് സ്പേസ് ഫോർ യൂസേഴ്സ് യൂസർ നെയിം എന്ന് പറയുന്നത് എക്സ്പാത്ത്. ഈ എക്സ്പാത്ത് എനിക്ക് രണ്ട് തവണ യൂസ് ചെയ്യണം. ഞാൻ ഇപ്പം നമ്മൾ ചെയ്ത മെത്തേഡ് വെച്ച് എന്ത് ചെയ്യും? എഗെയിൻ നമ്മൾ ഇതേ എക്സ്പാത്തിനെ പല തവണ കൊണ്ടുപോയി എഴുതും അല്ലേ? അതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്മൾക്ക് ഒരു പേജ്, ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ബേസ് പേജ് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാം. അതിൽ നമുക്കൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം, ഫൈൻഡ് എന്ന് പറഞ്ഞിട്ട്. ഫൈൻഡിൻ്റെ കോഡ് വരുന്നത് ഒരു സെക്കൻഡ് പറഞ്ഞേ. ഗോപികടാ, അതെ നിന്റെ ആ ബേസ് പേജിന്റെ കോഡ് ഇല്ലേടാ, ഒന്ന് ചാറ്റിലിടുവോ? ഇതല്ലേ? അതന്നെ. കൺട്രോൾ എ ചെയ്താൽ എല്ലാം സെലക്ട് ആവും. അങ്ങനെ വേണ്ട അല്ലേ? അതെ, കൺട്രോൾ എ ചെയ്താലും മതി, എങ്ങനെയാലും കുഴപ്പമില്ല. എനിക്ക് ആ ഫംഗ്ഷൻ കിട്ടിയാൽ മതി. ഫംഗ്ഷനും കൺസ്ട്രക്ടറും കിട്ടിയാൽ മതി എനിക്ക്. എന്റെ പൈത്തൺ ഹാങ്ങാ, വരുന്നില്ല. ഓക്കെ ഓക്കെ. കിട്ടും. ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു പേജസിൽ, പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്ത് ബേസ് പേജ് എന്ന് പറഞ്ഞിട്ട്. ചാറ്റിൽ എപ്പോഴും കോഡ് വന്നിട്ടുണ്ട്. ആ കോഡ് മാത്രം എടുക്കുന്നത്. ഞാൻ പെട്ടെന്ന് കോഡ് മാത്രം എടുക്കുന്നത്. ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് ബേസ് പേജ് മാത്രം. പേസ്റ്റ് ചെയ്തു. ഓക്കെ, സ്റ്റാർ ലൊക്കേറ്റർ എന്നാണ് പാസ് ചെയ്യുന്നത്. നമ്മൾ ബൈ ഡോട്ട് എക്സ്പാൻഡ്, ബൈ ഡോട്ട് ഐ ഡി എന്നിട്ട് ആ ലൊക്കേറ്ററിനായിരിക്കും പാസ് ചെയ്യുന്നത്. ഡോട്ട് ഫൈൻഡ് എലമെന്റ് എന്ന് പറഞ്ഞ് ജനറേറ്റ് കാറ്റഗറി മെത്തേഡ് നമ്മൾ ഇത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പറയുന്നത് ലേസി ലോഡിംഗ് ആണെന്നുള്ളത് എനിക്കറിയാം. അതൊരു കോഡിംഗ് സ്റ്റാൻഡേർഡാണ്. ഇത് പേജ് ഫാക്ടറി എന്ന് പറയുന്നത് പേജ് ഒബ്ജക്ട് മോഡലും ഡിസൈൻ പാറ്റേണും യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അതായത് നമ്മൾക്കിപ്പോൾ ലെറ്റ്സ് സേ എനിക്കിവിടെ ഞാൻ
ഇവിടെ ഡോട്ട് ഫൈൻഡ് ഫൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ലൊക്കേഷനെ വൺസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ടെസ്റ്റ് സ്ക്രിപ്റ്റിൻ്റെ ലോഡിംഗ് ടൈം കുറയ്ക്കാൻ പറ്റും. അതായത് ആ പേജിൽ ഇനി എത്ര തവണ ഈ ലൊക്കേഷനെ ആക്സസ് ചെയ്യുകയാണെങ്കിലും ശരി ഡയറക്റ്റ് ആയിട്ട് വാല്യൂവിന് എടുക്കുകയുള്ളൂ. എന്താ നമ്മളുടെ എക്സിക്യൂഷൻ ടൈം കുറയും അല്ലേ? സോ ആ എഫിഷ്യൻസിക്ക് വേണ്ടിയാണ് പേജ് ഫാക്ടറി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ലോഗിൻ പേജ് യൂസർ ബൈ ഡോട്ട് എക്സ്പോർട്ട് നമ്മൾ ആ ബ്രാക്കറ്റ്സിൽ കൊടുക്കുന്നത് നോക്കിയിട്ട് വെച്ചു ലോഗിൻ പേജ് ബേസ് പേജിന് ബേസ് പേജിന് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇതിൻ്റെ കൺസ്ട്രക്ടർ ഡ്രൈവർ ഓൾറെഡി ചെയ്യുന്നുണ്ടല്ലോ. ഇതിൻ്റെ ഫോർമാറ്റിംഗ് ഇതിൻ്റെ ഫോർമാറ്റിംഗ് തന്നെ നമ്മൾ യൂസ് ചെയ്യാം. നമ്മളിങ്ങനെ എഴുതുന്നത് ഈ സെൽഫ് ഡ്രൈവർ ഫൈൻഡ് ഈക്വലാണ്. ഒരേ ഒരു ഡിഫറൻസ് വരുന്നത് എവിടെയായിരിക്കും? നമ്മൾക്ക് ഇത് ഇങ്ങനെ കൊടുത്താൽ നമുക്ക് ലോക്കലി മാത്രമേ വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ പറ്റൂ. അതായത് എൻ്റെ പാസ്വേഡ് എന്ന ഫംഗ്ഷൻ അത് മാത്രം. അതിന് പകരം എനിക്ക് ഗ്ലോബലി ആക്സസ് ചെയ്യണമെങ്കിലാണ് ഏത് യൂസ് ചെയ്യുക? പേജ് ഫാക്ടറി യൂസ് ചെയ്യുക. ഇതേപോലെ പാസ്വേഡ് വാല്യൂവിൻ്റെ സൈൻ ഓഫിനെ മാറ്റി ചെയ്തു. ഗോപിക, സെലക്ട് യൂസർ ടൈപ്പിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. പേജ് യൂട്ടിലിറ്റി ഡോട്ട് ഏത് ഫംഗ്ഷൻ എടുക്കാനാടാ പറഞ്ഞേ? സെലക്ട് ബൈ ഒരു മിനിറ്റ് അതാ ഞാൻ ചോദിക്കാൻ വന്നത്. സെലക്ട് ബൈ ഇൻഡെക്സ് ആക്കിയിട്ട് എനിക്ക് ഇവിടെ പേജ് യൂട്ടിലിറ്റിയിൽ അങ്ങനെ ഫംഗ്ഷൻ ഇല്ലല്ലോടാ. അവിടുത്തെ ഫംഗ്ഷന്റെ പേര് എന്താ? സെലക്ട് ഡാറ്റ വാല്യൂ അല്ലേ? സെലക്ട് ഡാറ്റ വിത്ത് വാല്യൂ. ഓക്കെ, അപ്പൊ അത് കോൾ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് എടുക്കും. ഞാനതാ അവിടെ നിന്ന് പിന്നെ സ്റ്റക്ക് ആയിട്ട്. അത് കുഴപ്പമില്ല. സെലക്ട് ബൈ സെലക്ട് ഡാറ്റ വിത്ത് വാല്യൂ അല്ലേ? അവിടെ പാസ് ചെയ്യേണ്ട യൂസർ ടൈപ്പ് സെൽഫ് യൂസർ ടൈപ്പ്. യൂസർ ടൈപ്പ് മാത്രം പോരെ? യൂസർ ടൈപ്പ് മാത്രം മതി. ഈ കോപൈലറ്റിന് ഇതും കൂടെ വരുന്നോണ്ട് സത്യം പറഞ്ഞാൽ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് പോവാ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലാസ്റ്റ് പഠിപ്പിച്ചത്, ഏറ്റവും അവസാനത്തേക്ക് വെച്ചത്. അല്ലേ നിങ്ങൾ പഠിക്കത്തില്ല. അങ്ങനെ എഴുതണം. സെയിം നെയിം ആവരുത്, വേരിയബിൾ നെയിംസ് സെയിം ആവരുത്. അതേപോലെ അടുത്ത് എഴുതിക്കോ. സൈൻ ഔട്ട് എഴുതി.
ക്ലിക്ക് ആക്ഷനോ അത് താഴെ വരുന്നല്ലേ ഇതല്ലേ ക്ലിക്ക് ആക്ഷൻ ക്ലിക്ക് ആക്ഷൻ സെയിം തന്നെ, അതിന് ഡിഫറൻസ് ഇല്ല. എച്ച് പാത്ത് മാത്രം മാറ്റി എച്ച് പാത്ത് മാത്രം മാറ്റി. ഇതേപോലെ നമ്മുടെ ഹോം പേജ്, നെക്സ്റ്റ് പേജ്, അഡ്മിൻ പേജ് മുകളിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്താൽ ഇതൊന്ന് റൺ ചെയ്ത് നോക്കട്ടെ. എക്സിക്യൂട്ട് ചെയ്തു. ഏതെങ്കിലും ഒരെണ്ണം എക്സിക്യൂട്ട് ചെയ്തു. പ്രയോറിറ്റി നല്ലുള്ള റിപ്പീറ്റ് അതിനകത്ത് ക്ലോസ് ആക്കിയിട്ടാണ് കേട്ടോ. ലാസ്റ്റ് ഡെമോന്റെ സമയത്ത് ഇപ്പൊ ഇടണ്ട, ലോഗിൻ ആയി, ഡയറക്റ്റ് ലോഗിൻ ആയിരുന്നു അത്. ഓക്കെ, ഇതേപോലെ ഹോം പേജ് കണക്ട് ചെയ്യും. ഹോം പേജ് ഈ എല്ലാ എക്സ്പാർട്സിനെയും മുകളിലേക്ക് വരിക. ഹോം പേജ് ബേസ് പേജിനെ എക്സ്റ്റെൻഡ് ചെയ്യണം. ഓക്കെ, അക്ഷരം കൂടെ എത്തട്ടെ കേട്ടോ അതുവരെ, എന്നിട്ട് തുടങ്ങാവേ. ഓക്കെ ഓക്കെ. അക്ഷര ഒന്ന് ഇത്തിരി ലേറ്റ് ആവും എന്ന് പറഞ്ഞിരുന്നല്ലേ? അല്ല, അക്ഷരില്ല. അക്ഷര ഹോസ്പിറ്റലിലാ, എന്തോ കുട്ടിയെ കാണിക്കാൻ എന്തോ പോയതാന്ന് തോന്നുന്നു. ആണോ? ഓ ഓ ഓ. അക്ഷരില്ല. ഏതാ? അല്ല, അത് ചെയ്തിട്ടുണ്ട്, നമുക്ക് എടുക്കാം. കണ്ടിന്യൂഷൻ ആയിട്ട് ഒരു പേജും കൂടി ചെയ്തിട്ടുണ്ട്. ഇനി ഏതൊക്കെ ടോപ്പിക്സ് ആയിരുന്നു എടുക്കാൻ പോകുന്നത്? ഇന്ന് നമുക്ക് ആക്ച്വലി ചെയിനിങ് ഉണ്ട്, അതുപോലെ തന്നെ ചെയിനിങ് നിങ്ങൾക്ക് ചെയ്യാനാണുള്ളത്. അപ്പോൾ ചെയിനിങ് നിങ്ങൾക്ക് പറഞ്ഞു തരാം, എന്നിട്ട് നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ചെയിനിങ് അതിൽ ചെയ്യാം. പിന്നെ ജെൻകിൻസ് ഉണ്ട് എടുക്കാനായിട്ട്. ഓക്കെ, 2 ടോപ്പിക്സും കൂടെ ഉണ്ട്. അപ്പൊ ഇന്നും മൺഡേയും കൂടെ. മൺഡേ ഇല്ല അല്ലേ? ട്യൂസ്ഡേ. ട്യൂസ്ഡേ. ഇതോടെ നമ്മുടെ കോഴ്സ് കഴിഞ്ഞു. ജെൻകിൻസോടെ കോഴ്സ് കംപ്ലീറ്റഡ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഇന്റേണൽ ഡെമോ, എക്സ്റ്റേണൽ ഡെമോ അത്രേ ഉള്ളൂ. ഇന്റേണൽ ഡെമോ ഞാൻ ഇത് കംപ്ലീറ്റ് ആയി നിങ്ങൾക്ക് നെക്സ്റ്റ് ഇന്റേണൽ ഡെമോ ഷെഡ്യൂൾ ചെയ്യാം. അത് കഴിഞ്ഞ് വിത്തിൻ 2 or 3 days തന്നെ നിങ്ങൾക്ക് എക്സ്റ്റേണൽ ഡെമോസ് ഷെഡ്യൂൾ ചെയ്യാം, അല്ലെങ്കിൽ ഫൈനൽ ഡെമോസ് ഷെഡ്യൂൾ ചെയ്യാം. പ്രോസസ് പ്രത്യേകിച്ചില്ല. നിങ്ങൾക്ക് പ്ലേസ്മെന്റ് ഓപ്റ്റ് ചെയ്യണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം, ഇല്ല ഓപ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. സോ അടുത്ത ആഴ്ച ഈ സമയമാകുമ്പോഴേക്കും കഴിയും. ഈ സമയം ആവണ്ട, ഡെമോ കഴിഞ്ഞിട്ടുണ്ടോ? ഡെമോയോ? ഡെമോ കഴിഞ്ഞിട്ടുണ്ടോ? മന്ത് എൻഡിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നെയ്യ? ഞാൻ നോക്കട്ടെ, കാരണം നമുക്ക് ഡിലേ ആക്കാൻ പറ്റുമോന്ന് അറിയില്ല, ഞാൻ നോക്കിയിട്ട് പറയാം. അല്ല കുഴപ്പമില്ല, സാറില്ല. ഞങ്ങള് വീക്കെൻഡ് മിക്കവാറും ഒന്നെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് കോയമ്പത്തൂർ ഹോൾട്ട് ചെയ്ത്, അവിടെ ചേട്ടനുണ്ട്, അങ്ങനെ ഹോൾട്ട് ചെയ്തിട്ട് അവിടുന്ന് തൃശ്ശൂര് പോണ പോലെയോ അല്ലെങ്കിൽ 31st പോണ്ടാവുള്ളൂ. അങ്ങനെ ഞാനും റിസ്ക് എടുക്കുന്നില്ല, കാരണം നമുക്ക് 31st എത്തൂല, അതിന്റെ മുന്നേ കഴിയണ്ടമോ? അതിന് മുമ്പേ തീരും. ഓക്കെ എന്നാ കുഴപ്പമില്ല. 30th or 31st ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ടാവുള്ളൂ. അല്ല, അതിന്റെ മുന്നേ കഴിയടാ. എന്നാ പ്രശ്നമില്ല. ഒറ്റ സ്ട്രെച്ചില് ഡ്രൈവിംഗ് ഇല്ല, നമ്മൾ മിക്കവാറും ഹോൾട്ട് ചെയ്ത് അങ്ങനെ. കുട്ടിയുള്ളതല്ലേ, അങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ പോകാൻ കഴിയില്ല. അതെ അതുകൊണ്ട് ഞങ്ങളും അങ്ങനെയാ പോയത് സ്ഥിരം, ഒന്ന് ഹോൾട്ട് ചെയ്തേ പോകും. പതുക്കെ അതെ എന്നെ പോവാൻ പറ്റില്ല. മോളിന്ന് എന്താ പറയാ, സ്കൂളില് റിപ്പബ്ലിക് ഡേയുടെ ഇത് എന്താ വെള്ള, ഓറഞ്ച്, ഗ്രീൻ ഏതെങ്കിലും ഒരു കളർ ഇട്ടിട്ട്, എന്റെ ദൈവമേ അങ്കായിരുന്നു രാവിലെ. ഇത് വേണ്ട അത് വേണ്ട, ഞാൻ എങ്ങനെയാ സമയത്തിന് ക്ലാസ്സിൽ കുട്ടി എന്നെ ഓർമ്മിക്കരുത്, എനിക്ക് തിങ്കളാഴ്ച അംഗം തുടങ്ങാൻ പോകുന്നു. പൊട്ട്, വെള്ള കല്ലുള്ള പൊട്ട്, എന്റെ ദൈവമേ ഭാഗ്യത്തിന് എന്താ ഇവിടുന്ന് എനിക്ക് കിട്ടി, ദൈവം രക്ഷിച്ചു. ഇത് പൊട്ട് വെക്കല്ലേ? ഞാൻ നല്ല ഇയാള് പൊട്ട് വെക്കൂല, എന്റെ ആള് പൊട്ട് വെക്കൂല.
പിരിക ആ ചെയ്താ ആ പൊട്ട് ആ. തൊടാനാണെങ്കിൽ കൺമഷിയുടെ പൊട്ട് മാത്രം, മറ്റേ തൊടാൻ സമ്മതിക്കില്ല. ഉടുപ്പാണെങ്കിൽ അതിലക്രവാ, അവള് പറയുന്ന ഡ്രസ്സ് ഇടണോ. അതെ അതെ തന്നെ അതന്നെ ഇവിടെ തന്നെ. അയ്യോ, എനിക്കിഷ്ടായത് ഞാൻ കാണിച്ചു കൊടുക്കും. ഇല്ല, അപ്പൊ ഹസ്ബൻഡ് പറയും അവക്ക് ഇഷ്ടായത് ഇട്ടോട്ടെ, എനിക്ക് ഇഷ്ടായത് എന്തിനാ കൊടുക്കണേ ചോദിക്കും അല്ല ചോദിക്കും. എനിക്ക് കുഴപ്പമില്ല, സംഭവം എന്താ പറയാ, ഇവളെന്താ പറയാ, നമ്മൾ ഉം, ഒഴിവാക്കാൻ അങ്ങ് എത്തിയ ഡ്രസ്സ് ഉണ്ടാവൂലേ, കൃത്യമായിട്ട് അത് ഉം, എടുത്തോണ്ടിരും. എനിക്ക് അതെ അതെ അതാണ് പ്രശ്നം. അവൾക്ക് അതെ ഇഷ്ടം അതെ അതെ. ഇട്ടോട്ടെ, പക്ഷെ ഇടുമ്പോ ഒരിത്തിരി വൃത്തിയുള്ളത് ഇടണ്ടേ. അതായത് നമ്മള് ഒരു നമ്മുടെ കൂടെ ഇടിയിച്ചിട്ട് പിന്നെ നമുക്ക് ഒഴിവാക്കാന്ന് വിചാരിച്ചിരിക്കുന്ന കൃത്യ ആ ഡ്രസ്സ് ഉണ്ടല്ലോ, എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരും. എനിക്കിത് അതെ അതെ. മതി. അത് കൃത്യ ഒക്കേഷന് ഉം. ചേരാത്ത സാധനം എടുത്തോണ്ടിരും. അത്രേ ഉള്ളൂ. അപ്പൊ സമാധാനായി, എല്ലായിടത്തും ഇങ്ങനെയല്ലേ, ആശ്വാസായി. ഓ. അത് എല്ലായിടത്തും ഉള്ളത്, അതൊരു കോമൺ പ്രോസസ്സാണ്. ഞാൻ എന്നിട്ട് ഇത് അതെ, അതൊരു വീട്ടിലിതിപ്പോ എത്ര, യൂണിവേഴ്സൽ പരിപാടിയല്ലേ. ഇതിപ്പോ ഇവള് സ്കേർട്ട് ഇടും, കോട്ടന്റെ സ്കേർട്ടും ടോപ്പും, മറ്റേ ടൈപ്പ് ഇടൂല, ഉം, പട്ടുപാവാട ഉം. അങ്ങനത്തെ ഒന്നും ഇടില്ല. എന്നിട്ടോ ഇവിടെ വീട്ടിലും ഇവളുടെ അമ്മച്ചനും അച്ഛച്ചനും എല്ലാരും ആഗ്രഹത്തിന് ഓരോ പട്ടുപാവാട സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരും. എന്നിട്ട് അതൊക്കെ അലമാരിൽ അങ്ങനത്തെ ഇരിക്കുന്നുണ്ട്, ഇടണ്ടേ. എങ്ങാനും നിർബന്ധിച്ച് ഇടിയിക്കാൻ നോക്കിക്കഴിഞ്ഞാല് കൊല്ലം കൊണ്ടുവന്ന പോലെ കുട്ടിയെ. നോ, അതൊരു ഉം. യുദ്ധം തന്നെയാണേ. അയ്യോ, അല്ല പക്ഷെ അത് അവസാനം നമ്മൾ അടി ഉണ്ടാക്കണ്ട, എന്താണോ കുട്ടി പറയുന്നത് അതന്നെ ഇടിയിച്ച് വിട്ടു. അല്ല ഞാൻ എന്നിട്ട് ഇത് പ്രശ്നം എന്താ പറയാ, ഡ്രസ് കോഡ് വരില്ലേ സ്കൂൾസിൽ, ഡ്രസ് ഉം, കോഡ് ഉം, പറയില്ല. ഉം. ഇപ്പൊ ഇതുപോലൊക്കെ ഡ്രസ് കോഡ് പറയുമ്പോഴാണ് പ്രശ്നം. അവര് അതെ പറയുന്ന അതെ. ഡ്രസ് കോഡിൽ ഡ്രസ് ഇട്ട് പോകണ്ടേ അന്നേരം. അന്നേരം ഇവരിത് പറ്റൂല, അതാണ് അതെ. ഇതാണ് തല്ലുംപിടി ഉണ്ടാക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. അല്ലാതെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കുക. ഉം. എനിക്കൊരു യുദ്ധം വരാനുണ്ട് ഈ മൺഡേ. അവൾ അംഗൻവാടി അല്ലേ, അപ്പൊ അംഗൻവാടിക്കാർക്ക് 26 തന്നെയാ ഫ്ലാഗ് ഹോസ്റ്റിംഗ് എല്ലാം. ഓ ഓ. അപ്പൊ അന്നാണ് എനിക്ക് അംഗം വരാൻ പോകുന്നത്. ഇനി അന്ന് എന്തായാലും ക്ലാസ് ഇല്ലല്ലോ, അപ്പൊ ക്ലാസ്സില്ല, സമയമുണ്ട്, അംഗത്തിനൊക്കെ സമയമുണ്ട്. ഞാൻ അംഗത്തിന്റെ കച്ച മുറുക്കിയിട്ടാണെന്ന് ഇരിക്കുക. ഇതിന് വരുമോ? അഡ്മിനിൽ വരാം. ഇനിയിപ്പോ എന്റെ ഇനി പെൻഡിങ് ഒന്നും ഇല്ലല്ലോ അല്ലെ, കവർ ചെയ്തു. ഇതായിരുന്നു മിസ്സിംഗ് തോന്നുന്നു എന്റെ മിസ്സിംഗ് കേസിൽ അല്ലെ. ആയിരുന്നു, ഇതായിരുന്നു അതായിരുന്നു. ഇനിയിപ്പോ ജെങ്കിൻസും പിന്നെ ഒരു ടോപ്പിക് എന്താ ചെയിനിങ് പറഞ്ഞല്ലോ, ചെയിനിങ്. ചെയിനിങ് ഞാൻ ഇന്ന് അത് പറഞ്ഞു തരും. ഇനിയിപ്പോ അക്ഷര, അല്ലല്ല, ചെയിനിങ് അപ്പൊ ഞാനിപ്പോ അക്ഷര പറഞ്ഞു തരും. മിസ്സാവില്ലേ ഞാൻ അത്? റെക്കോർഡിംഗ് കൊടുക്കും അക്ഷരയ്ക്ക്. ഓക്കെ ഓക്കെ. കാരണം നിങ്ങക്ക് 3 സമയണ്ടാ? ദിവസമല്ലേടാ, അപ്പൊ 3 ദിവസത്തിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അത്. അഡ്മിൻ പേജിന്റെ ചെയ്യണം, അഡ്മിന്റെ ന്യൂസിന്റെ. ഞാൻ നെക്സ്റ്റ് ടോപ്പിക് പറയാം. ഓക്കെ, ഇനി നമ്മളിപ്പോ ഇത്രയൊക്കെ ചെയ്തല്ലേ, ഇപ്പോഴും നമ്മളുടെ ടെസ്റ്റ് ക്ലാസ് എടുത്ത് നോക്കിക്കേ. നമ്മൾ ടെസ്റ്റ് ക്ലാസ്സിൽ ഇപ്പൊ നമ്പർ ഓഫ് ലൈൻസ് എത്രയുണ്ട്? മിനിമം ഓഫ് 5 ലൈൻസ് ഉണ്ട് അല്ലേ. ടെസ്റ്റ് ക്ലാസ്സസ്, നമ്മുടെ ഓരോ ടെസ്റ്റ് ക്ലാസ് എടുത്താല്, നമ്മൾ ടെസ്റ്റ് ലോഗിൻ അല്ലെങ്കിൽ ടെസ്റ്റ് അഡ്മിൻ, ടെസ്റ്റ് കേസ് എടുത്താല് ഓരോ ഫംഗ്ഷനിലും ഏറ്റവും കുറഞ്ഞ എത്ര ലൈൻ നമ്പർ ഓഫ് ലൈൻസ് ഉണ്ട്? ഏറ്റവും കുറഞ്ഞ ഒരു 10 ലൈൻ നമ്പർ ഓഫ് ലൈൻസ് 4 ലൈനെങ്കിലും ഉണ്ട്. ഓക്കെ. നമുക്ക് ഇതിനെ ആ 10 ഒന്ന് ഷോർട്ടൺ ചെയ്ത് നമുക്ക് നമ്പർ ഓഫ് ലൈൻസ് കുറയ്ക്കാൻ പറ്റിയാൽ നമ്മൾക്ക് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് നമ്മളുടെ ടെസ്റ്റ് കേസിനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്പർ ഓഫ് ലൈൻസ് ടു ബി എക്സിക്യൂട്ടഡ് കുറയുമ്പോൾ ടെസ്റ്റ് കേസിന്റെ എക്സിക്യൂഷൻ സ്പീഡ് കൂടും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ നോർമലി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ചെയിനിങ് എന്ന് പറയുന്നത്. അതെ, അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ കാണിച്ചത് ടെസ്റ്റ് ഓക്കെ. ലോഗിൻ എടുത്തോ. ടെസ്റ്റ് ലോഗിനും അതുപോലെ ലോഗിൻ പേജും, ആ 2 ക്ലാസ്സസ് മാത്രം ഓപ്പൺ ചെയ്ത് വെച്ച് ബാക്കി എല്ലാം ക്ലോസ് ചെയ്യാം. ബാക്കി എല്ലാം ക്ലോസ് ചെയ്ത് എനിക്ക് ഇവിടെ ആകെ ടെസ്റ്റ് ലോഗിനും പിന്നെ ലോഗിൻ പേജും അത് മാത്രം മതി. ലോഗിൻ പേജ്, അത് 2 മാത്രം മതി. ഓക്കെ,
നമ്മൾ ചെയിനിങ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ 3 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയിനിങ് ചെയ്യുക. ഫസ്റ്റ് തിങ്, നമ്മൾ ഈ എഴുതുന്ന നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന ഒരു എലമെന്റ്, നമ്മളിപ്പോൾ ലെറ്റ്സ് നമ്മുടെ യൂസർ നെയിമിന്റെ എലമെന്റ്, അത് ഏത് പേജിലാണ് കറന്റ്ലി എക്സിസ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് കാര്യം, അതായത് യൂസർ നെയിം എന്ന് പറഞ്ഞ ഫീൽഡ് ഏത് പേജിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മളെ മാറ്റർ ചെയ്യുന്ന കാര്യം. നമ്മൾ യു ഐയിൽ നമ്മൾ കാണുന്നത് ഏത് പേജിലാണ്, ലോഗിൻ പേജിലാണോ അല്ലെങ്കിൽ ഹോം പേജിലാണോ അഡ്മിൻ പേജിലാണോ, ഏത് പേജിലാണ് ഇത് കാണുന്നതാണ് ഫസ്റ്റ് പാരാമീറ്റർ. സെക്കൻഡ് പാരാമീറ്റർ, ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും പേജിലേക്ക് നാവിഗേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ. ഇപ്പൊ യൂസർ നെയിം എന്ന് പറഞ്ഞ എലമെന്റ്, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു പേജിലേക്ക് നാവിഗേഷൻ ഇല്ല അല്ലെ, ഡയറക്ട്ലി നിൽക്കുന്ന അതേ പേജിൽ തന്നെയാണ്. അത് ആ ഒരു എലമെന്റിൽ ഒരു ഡാറ്റ എൻട്രി ചെയ്തത് കൊണ്ട് എനിക്ക് എന്റെ URL ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ഇനി അതേസമയം സൈൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താലോ വേറൊരു URLലേക്ക് പോകുന്നുണ്ട്, വേറൊരു പേജ് ലോഡ് ആവുന്നുണ്ട് ഇല്ലേ. അറ്റ്ലീസ്റ്റ് 1 സിനാരിയോയിലെങ്കിലും അങ്ങനെ ഒരു പേജ് ലോഡ് ആവുന്നുണ്ടെങ്കിൽ അതിനെയാണ് കൺസിഡർ ചെയ്യുക നമ്മൾ. അപ്പൊ നമ്മുടെ സൈൻ ഇൻ ബട്ടൺ എടുക്കുകയാണെങ്കിൽ പോസിറ്റീവ് ടെസ്റ്റ് കേസിൽ അല്ലെങ്കിൽ വാലിഡ് ക്രെഡൻഷ്യൽസ് കൊടുത്താൽ നമ്മൾക്ക് ഹോം പേജിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനെ കൺസിഡർ ചെയ്യുക ഹോം പേജ് ആയിട്ടാണ്. അതിന്റെ റിസൾട്ടന്റ് പേജ് ഹോം പേജ് ആണെന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ക്ലിയർ അല്ലേ ഗോപി? ക്ലിയർ അല്ലേടാ ഞാൻ ഈ പറഞ്ഞ കാര്യം? ഒന്നും കൂടെ പറയാമോ ബ്രീഫ് ചെയ്ത് പറയാം. ഓക്കെ, നമ്മൾക്ക് മെയിൻലി നോക്കേണ്ട കാര്യങ്ങൾ, ആദ്യം നമ്മളുടെ ഈ എലമെന്റ് ഏത് പേജിലാണ് നമ്മളുടെ വെബ് ആപ്ലിക്കേഷന്റെ UI നിൽക്കുന്നത്, ഫസ്റ്റത്തെ കാര്യം. ഓക്കെ, അപ്പൊ നമ്മുടെ UI എവിടെയാണോ ഈ ഇത് നിൽക്കുന്നത്, അതായത് ഇപ്പൊ നമ്മുടെ യൂസർ നെയിം എന്ന ഫീൽഡ് എടുക്കുകയാണെങ്കിൽ അത് എവിടെയാണ് നിൽക്കുന്നത്, നമ്മുടെ ലോഗിന്റെ പേജിലാണ് നിൽക്കുന്നത് അല്ലെ. നമ്മുടെ ലോഗിന്റെ പേജിലാണ് നമ്മുടെ ആപ്ലിക്കേഷന്റെ UI വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എലമെന്റിലേക്ക് ഡാറ്റ എൻ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു എലമെന്റുമായി ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ, അതായത് ഏതെങ്കിലും URLലേക്ക് നാവിഗേറ്റ് ആവുക, വേറെ പേജ് ലോഡ് ആവുക, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതാണ് സെക്കൻഡ്ലി. അതായത് നമുക്കറിയാലോ, അപ്പോ യൂസർ നെയിം ഫീൽഡ് ആണെങ്കിൽ അല്ല നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാലോ യൂസർ നെയിം ഫീൽഡ് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് വേറെ പേജിലേക്ക് നാവിഗേറ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു പേജിലേക്ക് നാവിഗേഷൻ നടക്കുന്നുണ്ട് അല്ലേ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പെർഫോം ചെയ്യിക്കാനാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയിനിങ് പെർഫോം ചെയ്യാണ് ചെയ്യുക. അതിന് വേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പ് ലോഗിൻ പേജിലേക്ക് പോയിക്കേ. ലോഗിൻ പേജ് എടുത്തടാ. ലോഗിൻ പേജില് ഇവിടെ എൻ്റർ യൂസർ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനിലേക്ക് വന്നേ. എൻ്റർ യൂസർ നെയിം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ് ഇടാ. ലോഗിൻ പേജ് ടെസ്റ്റ് അല്ല, എൻ്റർ യൂസർ നെയിം. ഈ എൻ്റർ യൂസർ നെയിം റിട്ടേൺ ചെയ്യുന്നത് ആരെയായിരിക്കും? ഈ എൻ്റർ യൂസർ നെയിം എന്ന് പറഞ്ഞ ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നത് നമ്മളുടെ ഇതേ പേജിൽ തന്നെയാണ് അല്ലേ. അപ്പൊ നമുക്ക് വേറൊരു പേജിലേക്ക് ഇതിനെ മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ കോഡിനെ. സോ നമ്മൾക്ക് എൻ്റർ യൂസർ നെയിം എന്ന കോഡിനെ ലോഗിൻ പേജ് തന്നെ എക്സിസ്റ്റ് ചെയ്യിക്കാം. സെക്കൻഡ് പറഞ്ഞ നമ്മുടെ പാരാമീറ്റർ എന്തായിരുന്നു? ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എലമെന്റുമായി ഇന്ററാക്ട് ചെയ്ത് കഴിയുമ്പോൾ എവിടേക്കെങ്കിലും നാവിഗേഷൻ സംഭവിക്കുന്നുണ്ടോ, ഏതെങ്കിലും പേജിലേക്ക് നാവിഗേഷൻ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇവിടെ വെച്ച് നാവിഗേഷൻ ഇല്ല അല്ലെ. അപ്പൊ എന്ത് കൊടുക്കാം? സെൽഫ് മറ്റേ പേജ് യൂട്ടിലിറ്റി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലൈൻ കൊടുത്ത് ലൈൻ നമ്പർ 21 കഴിഞ്ഞിട്ട് ടൈപ്പ് ചെയ്തേടാ റിട്ടേൺ ദിസ്. റിട്ടേൺ ദിസ്. ഈ ദിസ് എന്നുള്ളത് പൈത്തണിലത്തെ സോറി സെൽഫ് തെറ്റി പറഞ്ഞു. റിട്ടേൺ സെൽഫ്.
ആ. അപ്പൊ ഓക്കെ ഇത് ഓക്കെ. റിട്ടേൺ സെൽഫ് എന്ന് വെച്ചാൽ നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത് ഇതേ സെയിം ക്ലാസിന്റെ ഒബ്ജക്റ്റിനെയാണ് അല്ലേ? നമ്മൾ ലോഗിന്റെ കാര്യങ്ങൾ എഴുതാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത ക്ലാസ് ഏതാണ്? ലോഗിൻ പേജ് അല്ലേ? അതെ അപ്പൊ ലോഗിൻ പേജിലുള്ളത് എന്താണോ അതിലേക്ക് ഞാൻ റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ റിട്ടേൺ സെൽഫ് എന്ന് കൊടുത്തു. ഇതേപോലെ എൻ്റെ ഒരു പാസ്വേഡിന് എന്തായിരിക്കും നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്? അതും റിട്ടേൺ പാസ്വേഡ് നമുക്ക് നമ്മുടെ പാസ്വേഡ് ഫീൽഡ് എടുത്താലും നമുക്ക് വേറെ എവിടേക്കെങ്കിലും നാവിഗേറ്റ് ചെയ്യുന്നുണ്ടോ? നാവിഗേറ്റ് ചെയ്യുന്നില്ല, അവിടെ തന്നെ നിൽക്കുകയാണ് അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോ അവിടെ നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? റിട്ടേൺ സെൽഫ്. ഇനി അടുത്ത സ്റ്റെപ്പ് സൈൻ ഇൻ. സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സിനാരിയോ ഇല്ലെങ്കിൽ നമുക്ക് വേറെ പേജിലേക്ക് നാവിഗേറ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ട് അല്ലേ? സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോ നമ്മൾ വേറെ പേജിലേക്ക് പോകും. ഏത് പേജിലേക്കാ പോകുന്നേ? നമ്മൾ അഡ്മിൻ ഹോം പേജിലേക്ക് അല്ലേ? അപ്പൊ ടൈപ്പ് ചെയ്യട റിട്ടേൺ സെൽഫിന് പകരം ഹോം പേജ്. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഹോം പേജ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഹോം പേജ് അതന്നെ. ബ്രാക്കറ്റ്സ് സെൽഫ്. സെൽഫ് ഡോട്ട് ഡ്രൈവർ. സെൽഫ് ഡോട്ട് ഡ്രൈവർ ആണോ? സെൽഫ് ഡോട്ട് ഡ്രൈവർ അല്ല, ഹോം പേജ് എടുത്തേടാ. ഹോം പേജിൽ അങ്ങനല്ലേ വർക്ക് ചെയ്യുന്നേ? ഹോം പേജിലെ പാരാമീറ്ററിൽ ഡ്രൈവർ ഇല്ലേ? ഹോം പേജ് ഒരു മിനിറ്റ് നോക്കട്ടെ. സെൽഫ് ഡോട്ട് ഡ്രൈവർ. സെൽഫ് ഡ്രൈവർ പാസ് ചെയ്യുന്നില്ല. ഇനി ടെസ്റ്റ് ലോഗിനിലേക്ക് വന്നോ? റൺ ചെയ്യാൻ വരട്ടെ. ടെസ്റ്റ് ലോഗിനിലേക്ക് വന്നേടാ. ടെസ്റ്റ് ലോഗിനില് ഇനി നമ്മളിപ്പോ ചെയ്തതാണ് ചെയിനിങ് ഓഫ് ക്ലാസ്സസ്. ഓക്കെ, അതായത് നമ്മൾ അവിടെ എന്ത് ചെയ്തു? ലോഗിൻ പേജിനെയും അതുപോലെ ഹോം പേജിനെയും തമ്മിൽ കണക്ട് ചെയ്തു അല്ലേ? ഓക്കെ, അങ്ങനെ അങ്ങനെ നമുക്ക് നമ്പർ ഒരു കാര്യം, ഈ സൈൻ ഇനില് ചെയ്തപ്പോഴല്ലേ ആയത്? അതുവരെ നമ്മൾ റിട്ടേൺ സെൽഫ് അല്ലേ ചെയ്തത്? അതായത് അതെ, നമ്മളോട് റിട്ടേൺ ഹോം പേജ് എന്ന് പറഞ്ഞു കൊടുത്തില്ലേ? ഇതിനെയാണ് ചെയിനിങ് ഓഫ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പില് നമുക്ക് എന്ത് ചെയ്യണം? നമ്മളിപ്പോ ക്ലാസ്സസിനെ ചേഞ്ച് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫങ്ഷൻസിനെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. സോ ഇനി നമ്മൾ ചെയ്യുമ്പോഴാണ് സ്റ്റെപ്പ് കുറയുക. ഇനി നമ്മളുടെ ടെസ്റ്റ് ലോഗിനിലേക്ക് വന്നേടാ. ഇവിടെ എന്റർ യൂസർ ഫസ്റ്റത്തെ ടെസ്റ്റ് കേസ് എടുത്തോ. വാലിഡ് ലോഗിൻ. അതില് ലോഗിൻ ഡോട്ട് എന്റർ യൂസർ നെയിം അവിടേക്ക് വന്നേ. ലോഗിൻ ഡീറ്റെയിൽസ് ഡോട്ട് എന്റർ യൂസർ നെയിം താഴേക്ക് പോരും കുറച്ചുകൂടി. മതി. ഇവിടെ എന്റർ യൂസർ നെയിമും എന്റർ പാസ്വേഡും റിട്ടേൺ ചെയ്യുന്നത് സെൽഫിനെ തന്നെയല്ലേ? അല്ലേ? എന്റർ യൂസർ നെയിമും എന്റർ പാസ്വേഡും റിട്ടേൺ ചെയ്യുന്നത് സെൽഫിനെ തന്നെയാണ്. അതെ, ലോഗിൻ പേജിൽ നിന്ന് റിട്ടേൺ സെൽഫ് ആണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എന്റർ യൂസർ നെയിം ഓഫ് യൂസർ നെയിം വാല്യൂ ഒരു ഡോട്ട് കൊടുത്തേടാ. എന്റർ യൂസർ നെയിം ഓഫ് യൂസർ നെയിം വാല്യൂ കഴിഞ്ഞിട്ട് നമ്പർ 24
എന്റർ യൂസർ നെയിം ഓഫ് യൂസർ നെയിം വാല്യൂ കഴിഞ്ഞിട്ട് ഒരു ഡോട്ട് കൊടുക്കുക. നെക്സ്റ്റ് ലൈനാ അതോ അവിടെ തന്നെ. ഡോട്ട്? അല്ല, അവിടെ തന്നെ. അവിടെ ഇല്ല, ബ്രാക്കറ്റ്സിന്റെ പുറത്ത്. ഓക്കെ ഓക്കെ ഡോട്ട് എന്റർ പാസ്വേഡ്. അങ്ങനെ ഓക്കെ. അപ്പൊ ആ താഴത്തെ ലൈൻ വേണ്ട അല്ലേ? അപ്പൊ താഴത്തെ ലൈൻ നമുക്ക് കമന്റ് ചെയ്യാം. ഡോട്ട് എന്റർ പാസ്വേഡ്. എന്നിട്ട് ഇത് അപ്പൊ ലോഗിൻ ഡീറ്റെയിൽസ് ഡോട്ട് പാസ്വേഡ് വാല്യൂ കൊടുക്കണം. ടാബ് അടിച്ചു. അപ്പൊ പാസ്വേഡ് വാല്യൂ പാസ് ചെയ്യണ്ടേ? പാസ്വേഡ് വാല്യൂ പാസ് ചെയ്യണം. ഈ സൈൻ ഇൻ കൂടെ കൊടുക്കാൻ പറ്റുമോ ഇവിടെ? സൈൻ ഇൻ അവിടെ കൊടുക്കാൻ പറ്റില്ല, ഞാൻ പറഞ്ഞുതരാം. അടുത്ത ലൈൻ അത് കമന്റ് കമന്റ് ചെയ്തോടാ. ചെയ്യട്ടെ? കമന്റ് ചെയ്തോ, അല്ലെങ്കിൽ റിമൂവ് ചെയ്യണേ റിമൂവ് ചെയ്തോ, എന്തായാലും കുഴപ്പമില്ല. ഓക്കെ. ഇനി ലോഗിൻ ഡീറ്റെയിൽസ് ഡോട്ട് സൈൻ ഇൻ. ഈ സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് സിനാരിയോ അല്ലെങ്കിൽ വാലിഡ് സിനാരിയോയിൽ എവിടേക്കാണ് നാവിഗേറ്റ് ചെയ്യുന്നത്? ഹോം പേജിൽ. ഹോം പേജിലേക്ക്. അപ്പൊ അത് റിട്ടേൺ ചെയ്യേണ്ടത് എന്തിനായിരിക്കും? ഹോം പേജിനെ റിട്ടേൺ ചെയ്യണം. ഹോം പേജിൽ റിട്ടേൺ ചെയ്യണം. ഡോട്ട് ഹോം പേജ്. അപ്പൊ ഹോം പേജിൽ ഹോം പേജ് അപ്പൊ എന്ത് ചെയ്യണം? കുറച്ച് മുകളിലേക്ക് വന്നേടാ. വേണ്ട, അങ്ങനെ ചെയ്യണ്ട. താഴെ വന്നു. ഹോം പേജ് ഈക്വൽസ് എന്ന് പറഞ്ഞിട്ട് ഈ ലോഗിൻ ഡീറ്റെയിൽസ് ഡോട്ട് സൈൻ ഇൻ അസൈൻ ചെയ്തോടാ. ലോഗിൻ ഡീറ്റെയിൽസ് ഡോട്ട് സൈൻ ഇന്നെ ഹോം പേജ് എന്നിട്ട് വേരിയബിളിലേക്ക് അസൈൻ ചെയ്തോ. വേരിയബിളിലേക്ക് അല്ല, ഹോം പേജ് ഈക്വൽസ് എന്നിട്ട് വേരിയബിൾ. ഹോം പേജ് എന്നിട്ട് സ്മോൾ കൊടുക്കുക, വേരിയബിൾ ആയി. മറ്റേ ഹോം പേജ്. ഹോം പേജ് ഈക്വൽസ് എച്ച് സ്മോൾ കൊടുത്തേടാ ഗോപിക. ഹോം പേജ് ഈക്വൽസ് ഇത്രയും ചെയ്താൽ മതി. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? ഒരു നമ്പർ, ഈ കേസിൽ ഒരു ലൈൻ നമ്പർ ഓഫ് ലൈൻ കുറഞ്ഞു അല്ലേ? ഡോട്ട് എന്റെ പാസ്വേഡ് നെയിം മുകളിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് റിട്ടേൺ ചെയ്യുന്ന വാല്യൂവിനെ ഇപ്പുറത്ത് അസൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ഇനി നമ്മളുടെ ബാക്കി ഇൻവാലിഡ് കേസസിൽ വരുമ്പോ നമുക്ക് അവിടെ ഹോം പേജിലേക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ടോ? സെയിം പേജിലാണ്. അപ്പൊ എന്ത് ചെയ്യാം? എന്റെ പാസ്വേഡ് കഴിഞ്ഞ ഒരു ഡോട്ടും കൂടെ കൊടുക്കാം, സൈൻ ഇൻ കൊടുക്കാം ഇൻവാലിഡ് സിനാരിയോസിൽ. ഓക്കെ മനസ്സിലായോ? ബിക്കോസ് നമ്മൾ ആ പേജിലേക്ക് പോകുന്നില്ലല്ലോ. അതെ. ഓക്കെ, ഇത് കൊടുത്തിട്ടും കാര്യമില്ല, ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തിട്ട് കാര്യമില്ല. ഡോട്ട് ലോഗിൻ ഡീറ്റെയിൽസ് ഡോട്ട് സൈൻ ഇൻ. ഡോട്ട് സൈൻ ഇൻ മാത്രം മതി. ഓക്കെ സൈൻ ഇൻ. കമന്റ് ചെയ്തോളൂ. ഇപ്പൊ നമ്മുടെ നമ്പർ ഓഫ് ലൈൻസ് എത്ര കുറഞ്ഞു? അഗൈൻ 2 ലൈൻസ് കുറഞ്ഞു അല്ലേ? 2 ലൈൻസ് കുറഞ്ഞു. ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഇനി അടുത്തത് ഹോം പേജിലാണ്. ഹോം പേജും ഹോം ടെസ്റ്റും നമുക്കൊരു കാര്യം ചെയ്യാം. സൈൻ ഇൻ മതി. ഇത് ഇൻവാലിഡ് യൂസർ നെയിം മാത്രം ചെയ്താൽ മതിയോ? ഇൻവാലിഡ് യൂസർ നെയിംസിന്റെ എല്ലാം ചെയ്യാം നമുക്ക് അങ്ങനെ. ഈ ഇൻവാലിഡ് പാസ്വേഡും ചെയ്യണം. അപ്പൊ ഇൻവാലിഡ് പാസ്വേഡ് പിന്നെ ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ് എല്ലാം ചെയ്യണം. ശരി. ഇത് ലോഗിൻ ഡോട്ട് സൈൻ കമന്റ് ചെയ്യാം. ഓക്കെ. ഇതുപോലെ നമുക്കിനി ബാക്കി ഹോം പേജിന്റെയും ചെയ്യാനുണ്ട്. ഹോം പേജിന് നിങ്ങൾക്കപ്പോൾ നിങ്ങൾ ചെയ്തു വരേണ്ടത് എന്താന്ന് വെച്ചാൽ ബാക്കിയുള്ള നമ്മളുടെ പേജസ് ഇല്ലേ, അതായത് അഡ്മിൻ പേജ്,
ന്യൂസ് പേജ്, ഹോം പേജ്. ഈ എല്ലാ പേജസിലുള്ള നമ്മളുടെ ഫങ്ഷൻസിൽ ഇതേപോലെ എവിടെയൊക്കെയാണ് റിട്ടേൺ സെൽഫ് കൊടുക്കേണ്ടത്, എവിടെയൊക്കെയാണ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് വേറൊരു ക്ലാസ്സിലേക്ക് പോകേണ്ടത്, അത് ചെയ്തിട്ട് വരാം. ഓക്കെ, പേജ് ക്ലാസ് മാത്രം, ടെസ്റ്റ് ക്ലാസ് ടച്ച് ചെയ്യണ്ട, പേജ് ക്ലാസ് മാത്രം ചെയ്തിട്ട് വരാം. ഓക്കെ, ഈ പറഞ്ഞ ഈ കാണുന്ന പേജസ് മാത്രം അല്ലേ? അതെ, ബേസ് പേജ് ഒഴികെ ബാക്കിയുള്ള 3 പേജസ്. ഹോം ലോഗിൻ ന്യൂസ് ഇതിൽ ചെയ്ത പോലെ, ടെസ്റ്റ് ലോഗിൻ ചെയ്ത പോലെ ടെസ്റ്റ് ന്യൂസ് അങ്ങനെ. ടെസ്റ്റ് ക്ലാസ് ഒന്നും ടച്ച് ചെയ്യണ്ട, ടെസ്റ്റ് ക്ലാസ് ഒന്നും ടച്ച് ചെയ്യണ്ട, പേജ് ക്ലാസ് മാത്രം. അഡ്മിൻ പേജ്, ഹോം പേജ്, ന്യൂസ് പേജ്. ഓക്കെ ഓക്കെ ഓക്കെ, അതായത് ഇതൊന്നും ചെയ്യണ്ടാന്ന്, ഈ ടെസ്റ്റ് അഡ്മിൻ തൊടണ്ട, ഇതൊന്നും ടച്ച് ഇപ്പോഴേക്ക് ടെസ്റ്റ് ചെയ്യണ്ട. തൊടണ്ട, ടെസ്റ്റിന്റെ ഞാൻ പറഞ്ഞുതരാം. ശരി, ഓക്കെ, അപ്പോൾ നമുക്കിനി നാളെ കാണാം. നാളെയല്ല, ട്യൂസ്ഡേ കാണാം. അല്ല നാളെ ട്യൂസ്ഡേ. ഓക്കെ, ഓക്കെ, ശരി. അപ്പോൾ ഓക്കെ, ശരി, ബൈ. ശരി, ശരി, താങ്ക് യു, ബൈ ബൈ താങ്ക് അക്ഷയ്, യു. ബൈ.